അമല, നീ ഇല്ലാതെ ഞാനില്ല അമല. ഇങ്ങനെ ആയിരിക്കുമല്ലേ ഒരു സിനിമാ നടന്റെ ജനനം. ഒന്ന് കാണട്ടെ. നീ ഇല്ലാതെ ഞാൻ ജീവിക്കില്ല അമല. ഈ സീൻ നമുക്ക് ക്ലോസപ്പിൽ എടുക്കണം. ഡയറക്ടർ ഞാനാ. ഞാൻ തീരുമാനിക്കും ക്ലോസപ്പ് വേണോ വൈറ്റ് ഷോട്ട് വേണോ മിഡ് വേണോ ഒക്കെ. എടുക്കടാ, രാജേഷിനോട് പറഞ്ഞ ഒക്കെ എഡിറ്റ് ചെയ്ത് കളയും. നല്ല ബെസ്റ്റ് ആക്ടിങ്. വാത്സല്യത്തിലെ മമ്മൂട്ടിയായിട്ട് ചിമ്പു അഭിനയിച്ച മാതിരിയുണ്ട്. മതി മതി മതി. തന്റെ പേരെന്താന്നാ പറഞ്ഞേ? വിക്കി അല്ല, ആനന്ദ്. ആനന്ദ് വളരെ നന്നായിട്ടുണ്ട്. തന്നെ നായകനൊക്കെ ആക്കാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇതിന്റെ പ്രൊഡ്യൂസർ നായകനാകാൻ വേണ്ടിയിട്ടാണ് കാശ് മുടക്കുന്നത്. പണ്ട് മ്യൂസിക് ആൽബങ്ങളിൽ ഉണ്ടായിരുന്ന ഒരുപാട് നല്ല ശീലങ്ങള് ഇപ്പൊ ഷോർട്ട് ഫിലിമിലേക്ക് വന്നു തുടങ്ങി. അയ്യോ, അപ്പൊ എന്ത് ചെയ്യും? പക്ഷെ ഞങ്ങൾ ഉറപ്പിച്ചോട്ടോ, ഞങ്ങളുടെ നായകൻ ആനന്ദ് തന്നെ. സി മിസ്റ്റർ ആനന്ദ്, ഈ വർക്കിൽ ആനന്ദിന് കൂടുതൽ പ്രാധാന്യം നൽകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. ഇപ്പൊ തന്നെ ആനന്ദാണ് ഇതിന്റെ റൈറ്ററും നായകനും. ഇതിന്റെ പ്രൊഡ്യൂസർ കൂടെ ആവാനുള്ള അവസരം ഞങ്ങൾ ആനന്ദിന് നൽകുകയാണ്. അപ്പോ എഴുത്തുഷാറാക്കൂ. ഞങ്ങളെ ഇടയ്ക്ക് വിളിക്കാം. ഇനി ഇതിന് കാശ് ഞാൻ എവിടുന്ന് ഒപ്പിക്കാനാ നാരായണ? അങ്ങനെ പ്രൊഡ്യൂസറുടെ കാര്യം എനിക്ക് തോന്നി വീഡിയോ ഇത് ഗിംബ്ലോക്സി ആണോ? അല്ല, ബ്ലൂ ബ്ലോക്സി. നിങ്ങൾ അറിഞ്ഞോ, എന്റെ ഉള്ളിലെ തിരക്കഥാകൃത്തും നടനും ഒരുമിച്ച് പുറത്തിറങ്ങാൻ പോവാ. വാവ്, ഒക്കെ പ്രേക്ഷകരുടെ ഭാഗ്യം. അപ്പോ ഞാൻ എഴുത്തു തുടങ്ങട്ടെ. അല്ല സാറാ, ഈ ഷോർട്ട് ഫിലിംസ് പറയുന്ന അത്രയും വലിയ സംഭവമാണോ? ഉണ്ട്. നീ പോയി യൂട്യൂബിൽ കയറി ഷോർട്ട് ഫിലിംസ് ടൈപ്പ് ചെയ്ത് നോക്ക്. എന്നിട്ട് പാസ്റ്റ് 24 hours കൊടുക്കുക. മിനിമം ഒരു 10 ഷോർട്ട് ഫിലിംസ് എങ്കിലും വരും. വല്ലപ്പോഴെങ്കിലും ഒരു ഷോർട്ട് ഫിലിം നല്ലത് വന്നാലായി. ബാക്കി എല്ലാം വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് എനർജിയാ. ഇവനെന്ത് ഈ കാര്യമായിട്ടിരുന്ന് എഴുതുന്നേ? ആനന്ദേ, എന്തിനാ റോയിച്ച വെറുതെ അവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത്? മണ്ടത്തരം കേൾക്കാനാണെ അങ്ങോട്ട് നിന്നാലും പോരെ. പാവം, അതവിടെ ഇരുന്നോട്ടെ. ഇരുന്നോട്ടെ ഇരുന്നോട്ടെ. ഒന്നുമില്ലെങ്കിൽ അവൻ കസേരയിലാണല്ലോ ഇരിക്കുന്നത്, അല്ലാതെ വായുവിലൊന്നുമല്ലല്ലോ. ആരാ വായുലിരുന്നേ? ദേ ഇരിക്കണു എന്റെ അപ്പന്റെ മോൻ. ഹെൽമെറ്റ് ഇല്ലാത്തതിന് പോലീസ് നോക്കി വായുവിലിരുത്തി. അവസാനം ഞാൻ ഫൈനടച്ച് ഊരി. അയ്യേ, നീ വായുലിരുന്നോ? എത്ര നേരം ഇരുന്നു? വായുരിക്കുന്നല്ല, എന്റെ വായുരിക്കുന്ന നീ കേൾക്കാൻ പോകുന്നത്. അധികം ചിരിക്കണ്ട. നിങ്ങളൊക്കെ എനിക്ക് നഷ്ടം മാത്രമേ തരുന്നുള്ളൂ. നിനക്കൊക്കെ വേണ്ടി എത്ര പൈസ ആവശ്യമില്ല ചെലവാക്കുന്നതെന്നറിയോ? റോയ്ച്ച, ബന്ധങ്ങൾക്ക് കണക്ക് പറയരുത്. പറയും, ആവശ്യത്തിനുള്ള ചെലവാണെങ്കിൽ ഓക്കെ. ഇതൊന്നും അങ്ങനെയല്ലല്ലോ. ടോണി, നീയാണ് എല്ലാത്തിനും കാരണം. റോയ്ച്ചൻ ഇന്നേ വരെ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. അങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തൊന്നും വേണ്ട. എല്ലാരും കണക്കാ. റോയിച്ച, ഹെൽമെറ്റ് വെക്കാത്തതിന് പോലീസ് നോക്കി റോയിച്ചന്റെ കുറച്ച് കാശ് പോയനാണ് റോയിച്ച് എങ്ങനെയൊക്കെ പറയുന്നതെങ്കിൽ ഞാൻ ഹെൽമെറ്റ് വെക്കാതെ വണ്ടി ഓടിക്കുന്ന ആളുടെ പുറകെ കൂടി ഇരിക്കത്തില്ല. നിങ്ങളാരും എനിക്ക് വിശ്വാസമില്ല. എല്ലാവരും അധിക ചെലവാ. ഇതാ അങ്ങോട്ട് നോക്കിയേ. നടുവൊടിഞ്ഞ് തളർന്ന് കിടക്കുന്ന ശോഭ. അവനെ അനാവശ്യമായിട്ട് ഒരു പൈസ പോലും എനിക്ക് അവന് വേണ്ടി ചെലവാക്കേണ്ടി വന്നിട്ടില്ല. നിങ്ങൾക്കൊക്കെ എപ്പോഴും അവനെ പുച്ഛമാണല്ലോ. നിങ്ങളെപ്പോലെ ഒരുത്തം തന്നെയല്ലേ അവനും. റോയിച്ച, എന്താണെന്ത്? വൺ മിസ്റ്റർ റോയിച്ചൻ, എനിക്കൊരു 50,000 രൂപ വേണ്ടിയിരുന്നു. ഒരു ഷോർട്ട് ഫിലിം എടുക്കാനാണ്. എന്താ എല്ലാവരും ചിരിക്കുന്നത്? ആനന്ദേ, വല കുലുങ്ങുന്നതും വിസിലടിക്കുന്നതും കേട്ട അപ്പം ഉറപ്പിച്ചോളണം, ഗോളാണ്. പാവം റോയിച്ച, കാലാബോധമില്ലാത്ത ബ്ലഡി ഫൂൾ.